ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ആലുവയിലാണ്. ആലുവയിൽ നമ്മൾ പ്രേമം സിനിമ ഇല്ലേ, പ്രേമം സിനിമ ഷൂട്ട് ചെയ്ത പാലത്തിൻ്റെ മേളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവരെപ്പോഴും പോകുന്ന പാലമൊക്കെ ഇല്ല, നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും പോകും പാലം കാണിക്കുന്ന പാലമില്ലേ, ആ പാലത്തിൻ്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഞാൻ നിങ്ങളിത് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഈ കാണുന്ന ഈ സൈഡില്ലേ, ഈ സൈഡിൽ വെച്ചാണ് മറ്റേ ഷറഫുദ്ദീൻ പൂ എടുക്കാൻ നിൽക്കുന്ന സീനൊക്കെ ഇല്ലേ, അറബി പറയണ സീനൊക്കെ, ഇതൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഈ സൈഡിൽ വെച്ചാണ്. ഇവിടെ നിന്നാണ് നിവിൻപോളിയും മറ്റേ കൂട്ടുകാരും കൂടെ നടന്നു വരുമ്പോൾ ഷറഫുദ്ദീൻ മറ്റേ പൂ എടുക്കാൻ വേണ്ടി ഈ പുളിമരം കണ്ടില്ലേ, പുളിമരത്തിൻ്റെയൊക്കെ ഈ സെൻറ്റർ ആയിട്ടുള്ള സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ അനിമാ പരമേശ്വരനൊക്കെ അവിടെ നടന്നു വരുന്ന സീനൊക്കെ ഫുള്ള് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ വെച്ചാണ് പൂ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഈ കാണുന്ന പാലത്തിലാണ് അവർ ആലുവ പുഴ തീരത്ത് ആ പാട്ട് തുടങ്ങുമ്പോൾ സൈക്കിളും കൊണ്ട് ഓടിക്കയറി പോകുന്ന പാലമില്ല, അത് ഈ പാലമാണ്, ഈ നേരെ കാണുന്ന പാലം. അത് ഞാൻ നിങ്ങൾ ഇങ്ങനെ കാണിക്കാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ഈ ഒരു ഷോട്ടിലാണ് ആ പാലം കാണിക്കുന്നത്, അതാണ് ഇങ്ങനെ കാണിച്ചത്. കുറച്ചും കൂടി ഞാൻ അടുത്തായിട്ട് കാണിച്ചു തരാം. ഈ പാലത്തിൽ കൂടി ഒരു നേരെ മേളിൽ ചെന്നിട്ടാണ് മറ്റേ മേരിയുടെ പുറകെ നടന്നു പോകില്ലേ, ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു സൈഡിൽ വെച്ചാണ് മറ്റേ നിവിൻപോളി ഇഷ്ടം എന്ന് പറയാൻ നിൽക്കുന്ന സീനൊക്കെ ഇല്ലേ, മറ്റേ മേരി വേറൊരു ജോർജുമായിട്ട് വരുന്ന സീനൊക്കെ, ആ സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഈ ഒരു സൈഡിൽ വെച്ചാണ്. അപ്പോൾ ഈ കാണുന്ന ഈ വീടിൻ്റെ മുകളിലിരുന്നാണ് അവർ രാത്രി ആ വെള്ളമടിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടില്ല, അവർ മൂന്നുപേരും കൂടി. ആ സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഈ വീടിൻ്റെ മുകളിൽ വെച്ചാണ്. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ കാണിക്കാവുന്നേ ഉള്ളൂ, ആ മുകൾ ഭാഗം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അപ്പുറം വഴി കറങ്ങി വേണം, വീടൊന്നും കാണിച്ചിട്ടില്ല ആ സിനിമയിൽ. ഈ മുകൾ ഭാഗം മാത്രം അവർ മൂന്നുപേരും കൂടി വെള്ളമടിക്കുന്ന ആ സീൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്ന കടയുടെ മുമ്പിൽ നിന്നാണ് അവർ ആ നാരങ്ങ വെള്ളം കുടിക്കുന്ന സീനൊക്കെ ഇല്ലേ, മറ്റേ ആ ടെലിഫോൺ ബൂത്തൊക്കെ ഉള്ളത് കാണിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്, ആ ഫോൺ വിളിക്കുന്നത് കാണിക്കുന്നത്. അതല്ലാണ്ട് മറ്റേ ട്യൂഷൻ സെൻ്ററായിട്ട് കാണിക്കില്ല. ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്, ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവർ ഇറങ്ങി വരത്തില്ലേ, ആ സൈക്കിൾ എടുത്തുകൊണ്ട് പോകണം, ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇതിപ്പോൾ ഒരുപാട് മാറ്റം വന്ന് ഇപ്പോൾ ഇവിടെ പുതിയൊരു കട വന്ന്, പക്ഷെ ആ ഇരിക്കുന്ന ആ ഒരു സൈഡും പിന്നെ ആ ഇറങ്ങി വരുന്ന ആ ഒരു സൈഡൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഈ കാണുന്ന ഈ കോളേജാണ് നമ്മുടെ ജോർജൊക്കെ പഠിക്കുന്നതായിട്ട് കാണിക്കാൻ കോളേജില്ലേ, അത് ഈ കാണുന്ന കോളേജാണ്, UC കോളേജ് ആലുവ.
കാണുന്ന ഈ വീടാണ് ആ സിനിമയിൽ അവർ ഹോസ്റ്റലായിട്ട് കാണിക്കുന്നത്. മറ്റേ ജൂഡ് ആന്റണി മറ്റേ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ വരത്തില്ലേ, അതുപോലെ സായി പല്ലവിയായിട്ട് മൊബൈലിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് വെച്ചാണ്. അവരുടെ ഹോസ്റ്റലായിട്ട് ഫുള്ള് കാണിക്കുന്നത് ഈ ഒരു വീട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പ്രേമം സിനിമ ഷൂട്ട് ചെയ്ത അത്യാവശ്യം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി. അന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പോയി. എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച കോളേജ്, അതുപോലെ തന്നെ അവർ താമസിച്ച ഹോസ്റ്റൽ, അതുപോലെ തന്നെ ആ പാലം കാര്യങ്ങളെല്ലാം ഞങ്ങളിന്ന് പോയി. അന്ന് പറഞ്ഞാൽ കോളേജ് അവർ താമസിച്ച ഹോസ്റ്റലൊക്കെ കണ്ടുപിടിച്ച് തന്നെയാണ് പോയത്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചോദിച്ച് തിരക്കിയൊക്കെയാണ് പോയത്. പക്ഷേ പാടായിരുന്നു കണ്ടുപിടിക്കുക. എന്നാലും നമ്മൾ പോയി കണ്ടുപിടിച്ച് പിന്നെ അത്യാവശ്യം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലത്തൊക്കെ എന്തായാലും പോയി. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ.